റാം നാരായൺ റാം. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂർ, അനാഹത, വിശുദ്ധ, ആജ്ഞ, സഹസ്രാര ഇവ 7 ചക്രങ്ങളാണ്. ഇതിന് ഒരു അവസാനം ഇല്ല. ഇത് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ സ റെ ഗ മ എന്ന 7 സ്വരങ്ങളായിട്ടാണ് അതിനെ നൽകി. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആപ്താരുദ്ദീൻ പറയുമ്പോൾ ഉലാവുദ്ദീൻ വെറും ആ എന്ന് മാത്രമേ പറയാറുള്ളൂ. ആ എന്നതിൽ ഇത്രയും അർത്ഥങ്ങളുണ്ടെന്ന് അവനറിയില്ലായിരുന്നു. മനസ്സിലാക്കാതെയും അല്ലെങ്കിൽ ഇച്ഛയില്ലാതെയും ഇതൊക്കെ സംഭവിക്കാമാണ്. ആപ്താരുദ്ദീൻ ഉലാവുദ്ദീനെ തട്ടിക്കൊടുത്താണ് ഇത്രയും വലിയവനാക്കിയത്. എത്രയോ ആളുകൾക്കാണ് സത്യമായ ഇച്ഛ ഉണ്ടാവുന്നത്. കരഞ്ഞ് തല്ലപ്പെട്ടുകൊണ്ടാണ് പലരും വളരുന്നത്. ഇന്ന് ഉലാവുദ്ദീൻ ഏഷ്യയിലെ അതിവിശിഷ്ടമായ ഗായകനാണ്. അതിനാൽ ഇച്ഛയോടെയായാലും ഇല്ലാതെയായാലും ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഇരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ചെയ്യുന്നിടത്തും ആ എന്ന് പറയുക. കൂട്ടമായി ചോദിക്കും, എന്താകും ഫലം? നമ്മുടെ ഉള്ളിൽ ഇത്രയധികം ആസക്തിയും ലാലസയും ഉള്ളപ്പോൾ അതിനാൽ എന്താകും ഫലം? ഇതേ തുടർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദത്തിൻ്റെ ആദി സ്വരം തിരിച്ചറിയും. പയർ, അരി കഴിക്കുന്നത് വഴി രക്തം, മാംസം, വീര്യം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നു. അതുപോലെ തന്നെ സിദ്ധിയും മുക്തിയും സ്വതന്ത്രമായി സംഭവിക്കും. നമ്മുടെ ഭാഗ്യത്തിൽ എന്താകും? ധർമ്മത്തോടൊപ്പം സംസ്കാരങ്ങളുടെ ആശയങ്ങൾ ചേർന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വികാരം വരുന്നത്. ഞാൻ പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നല്ല. ആദ്യം നാം യാഥാർത്ഥ്യത്തിലുള്ള ദൈവത്തെ തിരിച്ചറിയണം.